അടുത്ത വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മറിയയെ തനിച്ച് കാണാൻ എനിക്ക് ഒത്തില്ല. കാരണം ഹെലൻ അവൾക്ക് ഗസ്റ്റ് റൂമിൽ ജോലി കൊടുത്തിരിക്കുകയായിരുന്നു. അതിനാൽ പകൽ മുഴുവൻ അവൾക്ക് അവിടെ കഴിയേണ്ടി വന്നു. വെള്ളിയാഴ്ച മധ്യാഹ്നം ഞാനും ഹെലനും പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ നടത്തി. എന്നാൽ അതിനെനിക്കുണ്ടായ ഉത്സാഹക്കുറവ് അവൾ കണ്ടുപിടിച്ചു. എന്താണ് കാര്യം? കസേരയിൽ പിന്നോക്കം ചാടിയിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. ഈ പദ്ധതി പ്രകാരം മുമ്പോട്ട് പോകാൻ സാധിക്കാതെ പോയേക്കുമോ എന്ന ഭയമാണോ? അതോ പണത്തോടൊപ്പം മറിയയും സ്വന്തമാക്കുന്നത് എങ്ങനെയെന്ന ചിന്തയോ? ഏതാണ് താങ്കളെ അലട്ടുന്നത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. അവളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒന്നും പറയാതിരിക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു. ഒന്ന് മതിയാക്കാമോ? ഞാൻ നമ്മുടെ പദ്ധതിയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഞാൻ അല്പം ഉറക്കെ പറഞ്ഞു. നീരസം കലർന്ന മട്ടിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. ഞങ്ങളുടെ പ്ലാൻ ശരിയായെന്ന് ഉറപ്പ് വരുത്തുന്നതിന് മുമ്പ് പലതവണ ഞങ്ങൾ അത് പരിശീലനം ചെയ്ത് നോക്കിയിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ മറിയായെ സന്ധിക്കാതിരിക്കുന്നത് ഭാഗ്യമാണ്. കാരണം ഞായറാഴ്ച നടക്കാനിരിക്കുന്ന സംഭവം എന്റെ മുഖത്തെങ്കിലും പരിവർത്തനം ഉണ്ടാക്കിയെന്ന് വരും. അപ്പോൾ അതേപ്പറ്റി അവൾ അന്വേഷിച്ചേക്കാം. പോലീസിനെയും മാഡോക്സിനെയും നേരിടേണ്ട പ്രശ്നം വേറൊരു ഭാഗത്തുണ്ട്. ഇന്നൊരു പോലീസിനെ കണ്ടാൽ ധൈര്യസമേതം അയാളെ കടന്നു പോകാം. എന്നാൽ ഞായറാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ പോകാൻ പറ്റില്ല. വെള്ളിയാഴ്ച ഒരു ക്ലബിൽ പോയി ഞാൻ ഡാൻസ് ചെയ്തു. ഏതെങ്കിലും പോലീസുകാരൻ എന്നെ അവിടെ കണ്ടാൽ ഞാനൊരു പതിവുകാരനാണെന്ന് കരുതിക്കോട്ടെ എന്ന് ഓർത്താണ് അങ്ങനെ ചെയ്തത്. ശനിയാഴ്ച മധ്യാഹ്നം ബിക്കുകാറുമായി ഞാൻ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് പോയി. ബംഗ്ലാവിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ദൂരം ഞാൻ കണക്കാക്കി. 10:30 പുറപ്പെടുന്നതാണ് ഉത്തമം. ആ സമയം ഹൈവേയിൽ ട്രാഫിക് താരതമ്യേന കുറവായിരിക്കും. അന്ന് രാത്രി എനിക്ക് വളരെ ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. നാളെ നടക്കാനിരിക്കുന്നത് ഓർത്ത് എന്റെ മനസ്സിൽ ഒരു പോരാട്ടം നടക്കുകയായിരുന്നു. എന്റെ ഇതേ സ്ഥിതി തന്നെ ആയിരിക്കുമോ ഹെലനും? ആയിരിക്കാനിടയില്ല. അവൾക്ക് നാഡീബലമേറും. വളരെ വൈകി ഉറങ്ങിയതിനാൽ അടുത്ത ദിവസം നേരത്തെ ഉണരാൻ കഴിഞ്ഞില്ല. അപ്പാർട്ട്മെന്റ് വിട്ടിറങ്ങുമ്പോ മറിയം എനിക്ക് നേരെ ഓടി വരുന്നത് കണ്ടു. ഞായറാഴ്ച മറിയത്തിന് അര ദിവസത്തെ അവധി അനുവദിക്കാൻ പോവുകയാണെന്നും രാത്രി 10 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തണമെന്ന് അവളോട് പറയണമെന്നും ഹെലൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ഹലോ, എങ്ങോട്ട് പോകുന്നു? ഞാൻ അവളോട് ചോദിച്ചു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ പോവുകയാണ്. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് മറിയം പറഞ്ഞു. എന്നെ ആദ്യമായി കാണുന്ന ഒരു പ്രതീതിയായിരുന്നു അവളുടെ മുഖത്തപ്പോൾ കണ്ടത്. താങ്കൾക്ക് എന്താ സുഖമില്ലേ? അവൾ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അവൾ എന്നെ സമീപിച്ചു. കൈ പിടിച്ച് മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. താങ്കളെ കണ്ടാൽ മനസ്സിലെന്തോ വിഷമമുണ്ടെന്ന് തോന്നും. ഞാനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അതെന്റെ ഒരു സ്വഭാവമാണ്. നിനക്ക് എങ്ങനെ ഇരിക്കുന്നു? സുഖമാണ്. ഒന്ന് നിർത്തിയ ശേഷം അവൾ തുടർന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ? അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നാലും അവൾ താങ്കളെ പ്രേമിക്കുന്നുണ്ടല്ലേ? ആ ചോദ്യം എന്നെ നടുക്കി. അവളോ? ആര്? മിസ്സസ് ഡസ്റ്റർ. എന്നെ സ്നേഹിക്കുന്നെന്നോ? ഒരിക്കലുമില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ താങ്കളെ സന്ധിക്കുന്നത് കരുതിക്കൂട്ടി അവൾ തടയാൻ ശ്രമിക്കുകയാണ്. അവളുടെ ആ നോട്ടവും ഭാവവും അതാണ് സൂചിപ്പിക്കുന്നത്. നീ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ പരിഭ്രാന്തനായി. പോലീസ് എങ്ങാനും ഇക്കാര്യം അവളിൽ നിന്ന് അറിഞ്ഞാൽ കാര്യം ആകെ കുഴപ്പത്തിലാവും. അവൾക്ക് എന്നെ കൊണ്ട് ഇവിടെ ഒരു കാര്യവുമില്ല. ഡസ്റ്റർ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്നെ അവൾ എന്നെ പുറത്താക്കുമായിരുന്നു. മറിയം തലയിളക്കി. എന്റെ വാക്കുകൾ അവൾ വിശ്വസിച്ചതായി തോന്നിയില്ല. അപ്പോഴായിരുന്നു അവൾ മറ്റൊരു ബോംബിട്ടത്. മിസ്റ്റർ ഡസ്റ്റർ ഈ വീട്ടിൽ തന്നെ ഉണ്ടോ? എന്റെ മുഖം വിവർണമായി. വായ വരണ്ടു. അതെന്താ അങ്ങനെ ചോദിച്ചത്? അദ്ദേഹം വീട്ടിൽ തന്നെയാണുള്ളത്. താങ്കൾക്ക് ഉറപ്പുണ്ടോ? സംശയരൂപേണയാണോ ആ ചോദ്യം? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് എന്തുകൊണ്ടോ അദ്ദേഹം ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇത്ര ദിവസങ്ങളായിട്ടും അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഒരു ശബ്ദം പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമോ? അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെന്ന് നോക്കി വരാം. അസുഖം കാരണം അധിക സമയവും അദ്ദേഹം ഉറക്കമാണ്. ഓഹോ. അവൾ നിർത്തിയ ശേഷം വീണ്ടും തുടർന്നു. ഏതായാലും അധികം നാൾ ഞാൻ ഇവിടെ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ചുറ്റുപാട് എന്തുകൊണ്ടോ അത്ര നല്ലതാണെന്ന അഭിപ്രായം എനിക്കില്ല. മിസ്സിസ് ഡസ്റ്ററിനെ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാനും ഇവിടെ വളരെ കാലമൊന്നും താമസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെയെങ്കിലും നീ ഇവിടെ തന്നെ താമസിക്കണം. എനിക്ക് വേണ്ടിയെങ്കിലും. എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? എനിക്ക് ഇവിടെ നിന്ന് കുറെ കാശ് കിട്ടാനുണ്ട്.
അതിനിവിടെ കുറച്ചു ദിവസം താമസിക്കണം. അത് കിട്ടിയാ ഞാൻ എന്താണ് ചെയ്യുക എന്ന് നിനക്കറിയാമോ? എന്തു ചെയ്യും? നിന്നോടൊപ്പം റോമിലേക്ക് പോവും. അവൾ ചിരിച്ചു. എന്തിന്? എന്തിനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ? എങ്കിൽ പറയാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ പറയുന്നത് ബോധപൂർവമാണോ? അതെ. അവൾക്ക് അത് കേട്ട് പരിഭ്രമം ഉണ്ടാകാതിരുന്നില്ല. ഞാൻ ആലോചിക്കാം. ഞാൻ അവളെ ചേർത്ത് നിർത്തി കവിളിൽ ചുംബിച്ചു. നീ എനിക്കൊരു ലഹരിയാണ്. ഒരു നിമിഷം എന്നോട് ചേർന്ന് നിന്ന ശേഷം അവൾ മാറി നിന്നു. എനിക്ക് പോകണം. നേരം വളരെ വൈകി. അവൾ പോകുന്നത് നോക്കി ഞാൻ അവിടെ തന്നെ നിന്നു. അതിനുശേഷം പതുക്കെ ബംഗ്ലാവിലേക്ക് നടന്നു. ഡസ്റ്റിനെ കുറിച്ചുള്ള മറിയത്തിന്റെ അന്വേഷണത്തെപ്പറ്റി ഞാൻ ഹെലനോടൊന്നും പറഞ്ഞില്ല. അക്കാര്യം എന്നെ ചിന്താകുഴപ്പത്തിലാക്കി. പോലീസ് അന്വേഷണ സമയത്ത് അവൾ അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന സ്ഥിതി ഞാൻ ഓർത്തു നോക്കി. മധ്യാഹ്നത്തിന് ശേഷം പ്ലാൻ അനുസരിച്ചുള്ള ആദ്യത്തെ പടിയിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചു. ബിക്കു കാറുമായി ഹെൽക്രസ്റ്റ് അവന്യൂവിൽ ചെന്ന് അത് അവിടെ ഉപേക്ഷിച്ചു. ആ കാർ രാത്രി വളരെ വൈകിയ ശേഷം മാത്രമേ ഞാൻ എടുക്കാൻ വരുന്നുള്ളൂ എന്ന് പാർക്ക് സൂക്ഷിപ്പുകാരനോട് പറഞ്ഞ് ബസ് പിടിച്ച ഞാൻ ബംഗ്ലാവിലേക്ക് മടങ്ങി. ഹെലനോടൊത്തിരുന്ന് പദ്ധതി ഒരിക്കൽ കൂടി വിശകലനം ചെയ്തു നോക്കി. 9:30 ആയപ്പോൾ ഞാൻ ഡസ്റ്ററുടെ മുറിയിൽ കയറി കതക് അകത്തുനിന്ന് അടച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സൂട്ട് കേസ് എടുത്തു തുറന്ന് അതിൽ ഞാൻ എന്റെ ഡ്രസ്സും ഷൂസും അഴിച്ച് ഭദ്രമായി അടച്ചു. പിന്നീട് ഡസ്റ്ററിന്റെ കറുത്ത സൂട്ടും ഷൂസും അണിഞ്ഞു. ആ കോട്ട് എനിക്ക് നല്ലവണ്ണം ചേരുന്നുണ്ടായിരുന്നു. ഒട്ടകരോമക്കോട്ടും ഹാറ്റും പുറത്തെടുത്ത് വച്ച ശേഷം ഒരു സിഗരറ്റ് കത്തിച്ച് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ആരംഭിച്ചു. എന്റെ നാഡികൾ വിറകൊള്ളുന്നതായി തോന്നി. ഹൃദയമെടുപ്പ് പൂർവാധികം വേഗതയിലായി കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ പുറത്ത് റോൾസ് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ ജനാല വഴി പുറത്തേക്ക് നോക്കി. അത് ഹെലനായിരുന്നു. കാറിന്റെ കതക് തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഇളം പച്ച നിറത്തിലുള്ള ഒരു ഫ്രോക്കായിരുന്നു അവൾ അണിഞ്ഞിരുന്നത്. ധൃതിയിൽ അവൾ മുകളിലേക്ക് കയറി വന്നു. അവൾ ഇനിയും തിരിച്ചെത്തിയില്ലേ? മുറിയിലെത്തി എന്നെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു. ഇതേവരെ ഇല്ല. അവൾ വളരെ ശാന്തയായി കാണപ്പെട്ടിരുന്നു. പരിഭ്രമം തോന്നുന്നുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല. ഞാൻ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി. താഴെ മറിയം തന്റെ ഹാൻഡ് ബാഗും വീശിക്കൊണ്ട് ബംഗ്ലാവിലേക്ക് വരുന്നത് കണ്ടു. അവളുടെ മുഖത്തൊരു മന്ദഹാസം തങ്ങി നിന്നിരുന്നു. അവളിതാ വന്നു കഴിഞ്ഞു. ശരി, ഞാൻ താഴെ ചെന്ന് അവളുമായി സംസാരിക്കാം. അടുക്കളവാതിൽ കിടന്ന് അവൾ മുമ്പോട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതെനിക്കറിയാം. അവൾ പോയി. അതിനുശേഷം പതുങ്ങി പതുങ്ങി നിഴൽ പറ്റി ഗോണിപ്പടികൾക്ക് സമീപം ഞാൻ എത്തി. അവളും മറിയവും ലോഞ്ചിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഞാൻ മിസ്റ്റർ ഡസ്റ്ററെ സാനിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗ്ലിൻ സിഗരറ്റിനെന്നും പറഞ്ഞ് കാർ എടുത്ത് പോയിരിക്കുകയാണ്. ഇതേവരെയായി വന്നു കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്ര താമസിക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ പുറപ്പെടുന്നത് വരെ അയാൾ എത്തിയില്ലെങ്കിൽ എനിക്ക് നിന്റെ സഹായം ആവശ്യമായി വന്നേക്കും. നിനക്കതിൽ വിഷമമില്ലല്ലോ? അദ്ദേഹം താഴേക്ക് പോകുമ്പോ നീ അടുക്കളയിൽ മറിഞ്ഞു നിൽക്കണം. എനിക്ക് നിന്റെ സഹായം ആവശ്യമെന്ന് തോന്നുമ്പോ വിളിച്ച വിളി കേൾക്കുന്ന ദൂരത്തിലായിരിക്കണം നീ നിൽക്കേണ്ടത്. സഹായത്തിന് ഞാനല്ലാതെ മറ്റൊരാൾ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. നീ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം അറിയാതെ എനിക്ക് നിന്റെ സഹായത്തിന് വിളിക്കാൻ കഴിഞ്ഞേക്കും. ശരി മിസ്സിസ് ഡസ്റ്റർ. സാനിറ്റോറിയത്തിൽ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സുഖപ്പെടുത്താൻ അധികം സമയം എടുക്കില്ലായിരിക്കും. ശരി, ഞാൻ മുകളിലേക്ക് പോയി അദ്ദേഹത്തെ കൂട്ടി വരട്ടെ. ഞാൻ കിടപ്പറയിലേക്ക് മടങ്ങി. ഇപ്പോൾ സമയം 10:17 ഹെലൻ മുറിയിലേക്ക് കയറി വന്നു. അവൾ കതക് മലർക്കെ തുറന്നു പിടിച്ചു. താങ്കൾക്ക് നടക്കാമോ ഡസ്റ്റർ? ഇല്ലെങ്കിൽ ഞാൻ സഹായിക്കാം എന്ന് അവൾ കുറച്ചുറക്കെ പറഞ്ഞു. ഞാൻ അവളെ തുറച്ചു നോക്കി. പദ്ധതി പ്രകാരം അവൾ പ്രവർത്തിച്ചു തുടങ്ങിയതായി മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു നോട്ടമായിരുന്നു അത്. ഞാൻ നടന്നോളാം. രോഗം ബാധിച്ച ഒരു വൃദ്ധന്റെ സ്വരത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. കാർ പടിക്കൽ തന്നെ ഉണ്ട്. അങ്ങക്ക് വളരെയൊന്നും വിഷമം നേരിടുകയില്ല. ഞാനല്ലാതെ ഈ വീട്ടിൽ ഇപ്പൊ മറ്റാരുമില്ല. ഞാൻ വീണ്ടും അവ്യക്തമായ സ്വരത്തിൽ അതും ഇതും പറഞ്ഞു. ഹെലൻ മെത്തയ്ക്കരികിലുള്ള മേശയ്ക്ക് ഒരു തള്ളു കൊടുത്തു. ഊക്കോടെ അത് പരവതാനി വിരിച്ച തലയിൽ വീണു. അതിന്മേലുണ്ടായിരുന്ന വെള്ളം നിറച്ച ഗ്ലാസും മേശവിളക്കും താഴെ വലിയൊരു ശബ്ദമുണ്ടാക്കി ചിതറി വീണു. നേരെ നടക്കൂ ഡാർലിംഗ്. നോക്കൂ, അങ്ങ് എന്താണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന്. ഞാൻ വീണ്ടും അവ്യക്തമായ സ്വരത്തിൽ പിറുപിറുത്തു. ഞങ്ങൾ രണ്ടുപേരും ക്ലോക്കിലേക്ക് നോക്കി. വരൂ, പുറപ്പെടാം. ഞാൻ ഒട്ടകരോമ കോട്ടെടുത്ത് അണിഞ്ഞു. വലിയ ഹാറ്റ് എടുത്ത് മുഖത്തിന്റെ ഭാഗത്തേക്ക് താഴ്ത്തി വെച്ചു. ഹാറ്റിന്റെ കോളർ ഉയർത്തി വെച്ചു. ഞങ്ങൾ കതകിനടുത്തേക്ക് നീങ്ങി.
ഞാൻ എപ്പോഴും പിറുപിറുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഡസ്റ്റർ ലൈറ്റ് അണച്ചാ അങ്ങ് വീണുപോകും. അല്പം ഉറക്കെ തന്നെ അവൾ പറഞ്ഞു. അതെന്റെ കണ്ണിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. വായ തുറക്കാതെ ഞാൻ അത്രയും പറഞ്ഞു. ഗോണിപ്പടിക്ക് സമീപം എത്തിയ ഹെലൻ രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്ന സ്വിച്ച് ഇട്ടു. അപ്പോൾ ലൗഞ്ചിലെ അണയുകയും മുറിയിലെ ലൈറ്റ് തെളിയുകയും ചെയ്തു. അങ്ങയുടെ കൈ ഇങ്ങ് തരൂ. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി തുടങ്ങി. അല്പം ബാധിച്ച രീതിയിൽ പതുക്കെ പതുക്കെയായിരുന്നു ഞാൻ ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് വ്യക്തമായി എനിക്ക് കേൾക്കാമായിരുന്നു. മറിയം എന്നെ കണ്ടുപിടിക്കുമോ? കാൽമുട്ട് അല്പം വളച്ചു പിടിച്ച് ഞാൻ എന്റെ ഉയരത്തിന് അല്പം ഭേദഗതി വരുത്തി. ഞങ്ങൾ ഹാളിലേക്ക് കടന്നു. മുൻവാതിൽ തുറന്നു കിടന്നിരുന്നു. അതുവഴി എനിക്ക് കാർ കാണാമായിരുന്നു. പതുക്കെ പടികൾ ഇറങ്ങുമ്പോൾ മറിയം എന്നെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രതീതി എനിക്കുണ്ടായി. ഞാൻ കാറിന്റെ കതക് തുറന്നു പിടിച്ചു തരാം, ഹെലൻ പറഞ്ഞു. കയ്യുറ ധരിച്ച കൈ കാറിന്റെ ഒരു വശത്ത് വെച്ച് നിൽക്കെ ഹെലൻ കതക് തുറന്നു. ഞാൻ അതിൽ കയറിയിരുന്ന ശേഷം അവൾ അത് ഉടനെ തന്നെ അടയ്ക്കുകയും ചെയ്തു. ഞാൻ അങ്ങയുടെ സൂട്ട് കേസ് കൊണ്ടുവരാം, ഒരു നിമിഷം എന്ന് പറഞ്ഞ് അവൾ ബംഗ്ലാവിലേക്ക് തന്നെ മടങ്ങി. ആ സമയം ഞാൻ കാലിലെ ഷൂസ് കുനിഞ്ഞുകൊണ്ട് അഴിച്ചു വിട്ടു. പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോരാൻ വേണ്ടിയുള്ള എളുപ്പത്തിനായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. ഹെലൻ മറിയത്തിനോട് എന്തോ സംസാരിക്കുന്നത് കേട്ടു. ഇതിനകം ഞാൻ ഡസ്റ്ററിന്റെ ഷൂസ് അഴിച്ച് എന്റെ ഷൂസ് എടുത്തണിഞ്ഞു. സൂട്ട് കേസുമായി മടങ്ങിയെത്തിയ ഹെലൻ കാറിന്റെ കതക് വഴി എനിക്ക് അത് തന്ന് വേഗം കാർ സ്റ്റാർട്ടാക്കി. ഗേറ്റിനരികെ എത്തിയപ്പോഴേക്കും ഞാൻ ഡസ്റ്ററിന്റെ സൂട്ടും കോട്ടും അഴിച്ച് സൂട്ട് കേസ് തുറന്ന് അതിൽ നിന്ന് എന്റെ ഡ്രസ്സ് എടുത്തണിഞ്ഞു. കഴിയുന്നത്ര വേഗം ഞാൻ തിരിച്ചെത്താൻ ശ്രമിക്കാം, ഞാൻ പറഞ്ഞു. അവൾ കാറിന്റെ ലൈറ്റ് അണച്ചു. അവൾ താങ്കളെ താമസിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ അതിവേഗം ബംഗ്ലാവിലേക്ക് മടങ്ങി ലൗഞ്ചിലേക്ക് ചെന്നു. അപ്പോൾ മറിയം അങ്ങോട്ട് വന്നു. നീ തിരിച്ചെത്തിയോ? ആശ്ചര്യത്തോടെ ഞാൻ അവളോട് ചോദിച്ചു. നീ വരാൻ താമസിക്കുമെന്ന് ഞാൻ കരുതി. മിസ്സസ് ഡസ്റ്റർ എവിടെ? അവരിപ്പോ പോയതേ ഉള്ളൂ. പോയോ? ഡസ്റ്ററോടൊപ്പമോ? അതെ. ഓ, വഴിയിൽ കാർ തകരാറിയായി. അതിന്റെ റിപ്പയറിങ്ങിന് വേണ്ടി കാത്തിരുന്നു. ഇത്ര നേരമായിട്ടും അതിന്റെ റിപ്പയർ കഴിഞ്ഞില്ല. മിസ്റ്റർ ഡസ്റ്റർ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നു. അതിനാൽ ബസ് പിടിച്ചാണ് ഞാൻ വന്നത്. മറിയം എന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ആ നോട്ടത്തിൽ എന്തോ ഒരു പന്തികേടുള്ളതായി എനിക്ക് തോന്നി. ബുദ്ധിമുട്ടൊന്നും കൂടാതെ അദ്ദേഹം പോയല്ലോ അല്ലേ? നിഴലിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചു. ഉവ്വ്, അദ്ദേഹം ഇപ്പൊ പോയതേ ഉള്ളൂ. താങ്കൾ കാർ കണ്ടില്ലേ? ഇല്ല, അതിനു മുമ്പ് തന്നെ അത് പോയി കഴിഞ്ഞെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. ഓക്കെ, സാനിറ്റോറിയത്തിലേക്ക് ടെലിഫോൺ ചെയ്ത് അദ്ദേഹം എവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നെന്ന് അവരെ അറിയിക്കണം. മിസ്സസ് ടെസ്റ്റർ അങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നില്ലല്ലോ? ഞാൻ കേട്ടിരുന്നില്ല. ശരി, നീ വേണമെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോളൂ. ഞാൻ എന്റെ ഗ്യാരേജ് മുറിയിൽ പോയി ഫോൺ ചെയ്തോളാം. ഏതാണ്ട് 1 മണി കഴിഞ്ഞ് മടങ്ങൂ എന്നാണ് മിസ്സസ് ടെസ്റ്റർ പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചു സമയം ഇവിടെ നിൽക്കാമോ? എനിക്ക് താങ്കളോട് ചിലത് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവള് അതേപറ്റി ആയിരിക്കുമോ പറയാൻ പോകുന്നതെന്ന് ഞാൻ സംശയിച്ചു. ഇന്ന് രാത്രി വേണ്ട. എനിക്ക് സാനിറ്റോറിയത്തിലേക്ക് ഫോൺ ചെയ്ത ശേഷം കാർ റിപ്പയർ ചെയ്യാൻ കൊടുത്ത സ്ഥലം വരെ പോകണം. എങ്കിൽ ഞാനും ഒപ്പം വരുന്നു. എനിക്കിവിടെ തനിച്ച് താമസിക്കാൻ ഭയം തോന്നുന്നു. എന്റെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ ബംഗ്ലാവ് ഇങ്ങനെ ആരുമില്ലാതെ വിട്ടുപോകുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതിനാൽ നീ വരുന്നത് അമിതമായ അഭിനയം സംശയം വളർത്താനേ ഉപകരിക്കൂ എന്ന് കരുതി അവിടം കൊണ്ട് ഞാൻ നിർത്തി. പക്ഷെ ഞാൻ ഉദ്ദേശിക്കാതെ തന്നെ അത് ആ രീതിയിലായിപ്പോയെന്ന് തോന്നുന്നു. കാരണം അവളുടെ കണ്ണുകളിൽ ഏതോ ഒരു താക്കീത് നിഴലിച്ചിരിക്കുന്നതായി എനിക്ക് തോന്നി. ഗ്ലിൻ, എന്താണിത്? താങ്കൾ എന്താണ് ഇങ്ങനെ? എന്ത് സംഭവിച്ചു? അത് കേട്ടപ്പോൾ എന്റെ ഉള്ളിലുണ്ടായിരുന്ന പരിഭ്രാന്തി കോപമായി മാറി. എനിക്ക് ആ കാറ് കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലേ? ശബ്ദം കുറയ്ക്കണമെന്ന് കരുതിയെങ്കിലും അത് ഫലിച്ചില്ലെന്ന് എനിക്ക് തോന്നി. നോക്കൂ, എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം. ഡസ്റ്റ് പോകുമ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. ഇതും ഒത്തില്ല. നോക്കൂ, അതും ഇതും ഓർത്തിരിക്കാതെ പോയി കിടന്നുറങ്ങൂ. അവൾ പിന്നോക്കം മാറി. എന്റെ ആ സംസാര ശൈലി അവളെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഓ, ശരിയാണ്. അവൾ തിരിഞ്ഞ് അതിവേഗം ഗോവണിപ്പടികൾ കയറി കിടപ്പറയിലേക്ക് ചെന്നു. തുടർന്ന് കഥ കടയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ സ്വയം ശപിച്ചു. ഈ രീതിയിലാണ് പോലീസിനെയും മാഡോക്സിനെയും നേരിടുന്നെങ്കിൽ ഞങ്ങൾ അപകടത്തിലായത് തന്നെ എന്ന് എനിക്ക് തോന്നി. കാറ് കുറെ അകലെ ചെല്ലുന്നത് വരെ ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല. ആ പെണ്ണുമായി വല്ല തർക്കവും വേണ്ടി വന്നോ? ഹാറ്റ് വളരെ താഴ്ത്തി ഒട്ടകരോമക്കൂട്ടിന്റെ കോളറുകൾ ഉയർത്തി വെച്ച്
ഞാൻ കാറിൽ ചാരിയിരിക്കുകയായിരുന്നു. വഴിനീളെ മറിയം എന്തു ചെയ്യുകയായിരിക്കും, മറിയം എന്ത് വിചാരിക്കുകയായിരിക്കും എന്നീ വക ചിന്തകൾ എന്റെ മനസ്സിനെ മതിക്കുകയായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ കള്ളം പറഞ്ഞു. ഹെലൻ എന്നെ തന്നെ തുറച്ചു നോക്കി. അവൾ ഇക്കാര്യത്തിൽ കുഴപ്പമുണ്ടാക്കും. താങ്കൾ അവളുമായി അടുത്തത് തെറ്റായി. അത് കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ചെയ്യാതിരുന്നുകൂടാ. ഷട്ടപ്പ്, അതും ഇതും പുലമ്പാതെ. നീ എന്തിനാണ് കാർ ഇത്ര വേഗതയിൽ ഓടിക്കുന്നത്? ഏതെങ്കിലും പോലീസുകാരന്റെ ശ്രദ്ധ തിരിക്കുകയാണോ നിന്റെ ഉദ്ദേശം? അവൾ വേഗത കുറച്ചു. അവൾ നമ്മുടെ പദ്ധതി തകർക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവളുടെ കാര്യത്തെപ്പറ്റി ഗൗരവമായി തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവളെ ഞാൻ വേണ്ട വിധം കൈകാര്യം ചെയ്തു കഴിഞ്ഞു. അവൾ എന്നെ സ്നേഹിക്കുന്നു. എന്നെ പിരിഞ്ഞിരിക്കാൻ ഇനി അവൾ ഇഷ്ടപ്പെടുകയില്ല. ഞാൻ താങ്കളെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, എന്നെ കുറിച്ചാണ്. അവൾ എന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല. മിസ്റ്റർ ഡസ്റ്റർ മുറിയിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അവൾക്ക് അല്പം പോലും വിശ്വാസമില്ല തന്നെ. നീ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ ഒരു ധാരണ അവൾക്കുണ്ടായിരുന്നുവെങ്കിൽ അവൾ അത് എന്നോട് പറയുമായിരുന്നു. അവൾ അത് പറഞ്ഞില്ലേ? തീർച്ചയായും ഇല്ല. വീണ്ടും അവൾ എന്നെ തുറച്ചു നോക്കി. ആ കണ്ണുകളിലെ തിളക്കം എനിക്ക് കാണാമായിരുന്നു. അവളെ വരുത്തിയത് നാം ചെയ്ത ഒരു തെറ്റാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അല്ലെന്ന് ഞാൻ പറയും. നീ ഒന്നും മിണ്ടാതിരിക്കുമോ? എനിക്ക് അല്പം ചിന്തിക്കാനുണ്ട്. ഹൈവേ മിക്കവാറും ഒഴിവായിരുന്നു. ഒരു ഓയിൽ ട്രക്കും ഒരു ഓറഞ്ച് ട്രക്കും ഞങ്ങളെ കടന്നുപോയി. 3-4 കാറുകളും. പെട്ടെന്ന് ഹെലൻ പറഞ്ഞു, വേഗത പരിശോധിക്കുന്ന ഒരു പോലീസുകാരൻ നമുക്ക് പിന്നിലുണ്ട്. അതെന്നെ പരിഭ്രാന്തനാക്കുക തന്നെ ചെയ്തു. ഞാൻ ആകെ വിയർപ്പിൽ മുങ്ങി. എന്റെ ഹൃദയം അതിവേഗം മിടിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവൾ പറഞ്ഞത് സത്യമായിരുന്നു. സുമാർ 30 വാര അകലെയായി മോട്ടോർ സൈക്കിളിൽ ഒരാൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ അണിഞ്ഞിരുന്ന തൊപ്പിയിൽ നിന്ന് അയാൾ ഒരു പോലീസുകാരനാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. അല്പം വേഗത കുറയ്ക്കൂ, അയാൾ കടന്നു പോകട്ടെ, ഞാൻ പറഞ്ഞു. ഹെലൻ വേഗത മണിക്കൂറിൽ 35 കിലോമീറ്റർ ആക്കി കുറച്ചു. പക്ഷെ പോലീസുകാരൻ മുമ്പോട്ട് വരാൻ ശ്രമിച്ചു കണ്ടില്ല. എന്താണ് അയാളുടെ ഭാവം? കാർ അയാൾ ശ്രദ്ധിച്ചെന്ന് വരും, പരിഭ്രമത്തോടെ ഞാൻ പറഞ്ഞു. 1 മൈൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് തിരിയാറാകും. കാർ നിർത്തൂ, അയാൾ പോകട്ടെ. അങ്ങനെ ചെയ്താൽ അയാൾ അടുത്ത് വന്ന് അതിന്റെ കാരണം അന്വേഷിക്കും. താങ്കളെ വ്യക്തമായി ഒന്ന് നോക്കിയെന്നും വരാം. അയാളെ വല്ല വിധേനയും വെട്ടിച്ചയക്കേണ്ടത് അനിവാര്യമാണ്. ഇനി 1/2 മൈലിലധികം നമുക്ക് പോകാനില്ല. അവൾ ഡ്രൈവിംഗ് കണ്ണാടിയിൽ നോക്കി. അയാൾ വരുന്നുണ്ട്. അവൾ വേഗത അല്പം കുറച്ചു. അടുത്ത നിമിഷം മോട്ടോർ സൈക്കിൾ ഞങ്ങളുടെ വശത്തുകൂടി കടന്നുപോയി. ഞാനപ്പോൾ കുറെ കൂടി കുനിഞ്ഞിരുന്നു. അയാൾ താങ്കളെ നോക്കി. ഈ കാർ അയാൾക്ക് അറിയുമായിരിക്കാം. പോലീസുകാരൻ ഞങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞതോടെ ഏതോ കാര്യം മറന്നാൽ എന്ന പോലെ അതിവേഗം തന്റെ വാഹനത്തിൽ മുമ്പോട്ട് പോയി. മോട്ടോർ സൈക്കിളിന്റെ പിൻവെളിച്ചം ഇരുളിൽ അലിഞ്ഞില്ലാതായി. അയാൾ നമ്മെ ഓർമ്മിച്ചെന്ന് വരാം. ഞാൻ പിന്നിൽ ഒഴിഞ്ഞ റോഡിലേക്ക് വെറുതെ നോക്കി. തട്ടിക്കൊണ്ടുപോകൽ സംഭവം ഇവിടെ നടക്കുന്നതായാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സമയം ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന കാര്യം അയാൾ ഓർമ്മിക്കും. അപ്പോൾ നാം എന്തു ചെയ്യും? കഥയിൽ നമുക്ക് ഭേദഗതി വരുത്തണം. വനസംരക്ഷണ കേന്ദ്രത്തിലേക്ക് തിരിയുന്ന പാതയിൽ നിന്നായിരുന്നു തട്ടിപ്പുകാർ മുമ്പോട്ട് വന്ന് കാർ തടഞ്ഞതെന്ന് നീ പോലീസിൽ പറഞ്ഞാൽ മതി. ശരി, ഇനി മുമ്പിൽ ഒരു തിരിവുണ്ട്, വേഗത കുറയ്ക്കൂ. ഞാൻ പിന്നോക്കം നോക്കി. ഞങ്ങൾക്ക് പിന്നിൽ മറ്റു വാഹനങ്ങളൊന്നും കണ്ടില്ല. അതൊരു തരത്തിൽ ഭാഗ്യമാണെന്ന് തോന്നി. ശരി, ഇനി ഈ വളവെടുത്തോളൂ. അവൾ അപ്രകാരം ചെയ്തു. അപ്പോൾ ഞാൻ മുൻവിളക്ക് കിടത്തി. 5 നിമിഷം കൊണ്ട് ഞങ്ങൾ എസ്റ്റേറ്റ് ഓഫീസിലേക്കുള്ള ഗേറ്റിനരികിലെത്തി. അവൾ താഴെ ഇറങ്ങി ഗേറ്റ് തുറന്ന് വീണ്ടും കാറിൽ തന്നെ വന്നിരുന്ന ശേഷം ആ വാഹനം മുമ്പോട്ടെടുത്തു. ഞാൻ ചൂണ്ടിക്കാട്ടിയ ഒരു കുടിലിനടുത്ത് കാർ നിർത്തി. ഇവിടെ ഇരുൾ കൂടുതലാണ്. ഒരു ശ്മശാനം പോലെ ഏകാന്തമാണ്. വിയർത്തൊഴുകുന്ന എന്റെ മുഖത്ത് തണുത്ത കാറ്റേറ്റപ്പോൾ സുഖം തോന്നി. എന്റെ മനസ്സിലെ അസ്വസ്ഥത്തിന് അപ്പോഴും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് ടോർച്ച് ലൈറ്റ് കയ്യിലെടുത്ത് ഒരു ക്യാബിനരികിൽ ചെന്ന് അതിന്റെ കതക് തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പൂട്ടിയിട്ടിരുന്നു. ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ജനാലയുടെ വശം ചെന്ന് അതിന്റെ കതകിന്റെ വിടവിൽ കൂടി ഒരു നേർത്ത കമ്പിക്കഷ്ണം കടത്തി അതിന്റെ കൊളുത്തൂരി. ജനാല തുറന്നു കിട്ടിയപ്പോൾ ഞാൻ അതിൽ കൂടി അകത്ത് കയറി. അതിനകത്ത് 1-2 മേശകളും കസേരകളും ഉണ്ടായിരുന്നു. അതിനകത്തെ സന്ദർശന ഹാളിൽ ചെന്ന് കാതോർത്തു. അതിനുശേഷം മുൻവാതിലിക്കലെത്തി. അതിന്റെ സ്ക്രൂ ഊരി പൂട്ട് അഴിച്ചെടുത്ത് കതക് തുറന്നു. അകത്തേക്ക് വരൂ, ഞാൻ പറഞ്ഞു. ഞാൻ അവളെയും കൂട്ടി ഇരുട്ടിൽ കൂടി സന്ദർശന ഹാളിൽ കൂടി മറ്റൊരു മുറിയിലേക്ക് കയറി ചെന്നു.
അവിടെ എത്തി ഫ്ലാഷ് ലൈറ്റ് തെളിച്ചു നോക്കി. അത് വലിയൊരു മുറിയായിരുന്നു. അതിന്റെ നടുവിൽ ഒരു മേശ ഉണ്ടായിരുന്നു. ഒരു വശത്തുള്ള ചുമരോട് ചേർത്ത് 4 5 മരപ്പെട്ടികൾ കൂട്ടിവെച്ചിരുന്നു. ഇവിടെ മതി, ലൈറ്റ് ഇടണ്ട. കാരണം ഹൈവേ വഴി യാത്ര ചെയ്യുന്നവരുടെ ആരുടെയെങ്കിലും കണ്ണുകളിൽ നാം പെട്ടിരിക്കാം. ഹെലൻ എന്റെ സമീപം നിൽക്കുകയായിരുന്നു. ചുമരോരം ചാരി വെച്ചിരുന്ന ചരട് ഞാൻ ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുത്ത് അതിൽ 2 കുടുക്കുകൾ ഉണ്ടാക്കി. നീ ഇവിടെ സുരക്ഷിതയാണ്. 5 6 മണിക്കൂർ മാത്രം നിനക്ക് ഇവിടെ ഇരുന്നാൽ മതിയാകും. കാലത്ത് ഇവിടുത്തെ ജോലിക്കാരെത്തിയ ഉടനെ നിന്നെ കണ്ടെത്തും. അത് മുതൽക്കുള്ള നിന്റെ കഥ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല. നീ ഭയന്നു നടുങ്ങി ആവശ്യമായിരിക്കും. വല്ലതും സംസാരിക്കാനുള്ള നിന്റെ ശേഷി പോലും നിനക്ക് നഷ്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് വല്ലതും നിന്നോട് അന്വേഷിച്ചറിയാനുള്ള ജോലിക്കാരുടെ ശ്രമം പാഴിലാകുമ്പോ അവർ പോലീസുകാരെ വിളിക്കും. എനിക്കതെല്ലാം അറിയാം, ഹെലൻ പറഞ്ഞു. എനിക്ക് പരിഭ്രമമൊന്നുമില്ല. ഇപ്പോ രംഗം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി പറയൂ, ഈ പദ്ധതി അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതിൽ നിനക്ക് വിരോധമില്ലല്ലോ? താങ്കൾക്ക് എന്തു തോന്നുന്നു? ഞാനത് തീർച്ചയാക്കി കഴിഞ്ഞു. എങ്കിൽ ഇനി സമയം പാഴാക്കരുത്. ഞാൻ അവളുടെ സമീപത്തേക്ക് നീങ്ങി മേശപ്പുറത്ത് വെച്ച് ചരടെടുക്കാനെന്ന ഭാവേന മുഷ്ടി ചുരുട്ടി അവളുടെ താടിയിൽ ലക്ഷ്യമാക്കി ഓങ്ങിയൊരു പ്രഹരമേൽപ്പിച്ചു. മുഷ്ടി ചെന്ന് പതിച്ചത് അവളുടെ ഇടത് കണ്ണിന് താഴെയായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയ പദ്ധതിയിൽ ഇത് ഉൾപ്പെട്ടിരുന്നില്ല. കരുതിക്കുട്ടി തന്നെയായിരുന്നു ഞാനത് പറയാതിരുന്നത്. പ്രഹരമേറ്റ അവൾ തറയിലായിരുന്നു. പിശാചേ! അവൾ പല്ല് കടിച്ചു. എന്നെ കൊന്നുകളയാനുള്ള ഭാവമായിരുന്നു എനിക്കപ്പോ അവളിൽ കാണാൻ കഴിഞ്ഞത്. അവളൊന്ന് നിവർന്നിരിക്കാൻ കാത്തിരുന്ന ഞാൻ എന്റെ ഇടത് കൈ കൊണ്ട് അവളുടെ കൈകൾ താഴ്ത്തി വലതുകരം കൊണ്ട് അവളുടെ താടിയെല്ലിൽ ഓങ്ങി മറ്റൊരു പ്രഹരം കൂടി കൊടുത്തു. അവളുടെ ശിരസ് ഒരു വശത്തേക്ക് ചരിഞ്ഞു. സമീപമുണ്ടായിരുന്ന മേശ ഊക്കോടെ നിരങ്ങി ചുമരിൽ ചെന്നിടിച്ചു. കാലുകൾ അകത്തി കൈകൾ ശിരസിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ തറയിൽ കിടന്നു. വല്ലാതെ കിതച്ചുകൊണ്ടിരുന്ന ഞാൻ വിരലുകൾ അവളുടെ ഫ്രോക്കിന്റെ കഴുത്തറ്റത്തിൽ കടത്തി താഴേക്ക് ശക്തിയായി വലിച്ചു. അരക്കെട്ടോളം അത് കീറി. അതിനുശേഷം അവളെ കമിഴ്ത്തി കിടത്തി കൈകൾ പിന്നിലേക്ക് വലിച്ചു പിടിച്ചു. ചരടുകൊണ്ട് ബലമായി കെട്ടിയ ശേഷം അവളുടെ ഹാൻഡ് ബാഗ് തുറന്ന് തൂവാല കൊണ്ട് അവളുടെ വായ മൂടിക്കെട്ടി. അവളുടെ ശ്വാസഗതി വർദ്ധിച്ചിരുന്നു. കണ്ണുകൾ അടഞ്ഞിരുന്നു. മുഖത്തെ പേശികൾ മുറുക്കം കൂടിയിരുന്നു. ഇപ്പോൾ അവളെ കണ്ടാൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ആയി കഴിഞ്ഞിരുന്നുവെന്ന് തോന്നി. വലതു കണ്ണിന്റെ താഴെ രക്തം കെട്ട പിടിച്ചൊരു പാടും താടിക്കൊരു ചതവും കീറിയ അഴുക്കുപുരണ്ട ഫ്രോക്കും താഴെ വീഴുമ്പോൾ ഉണ്ടായ കാൽമുട്ടിലെ മുറിവും അതിനുള്ള തെളിവായിരുന്നു. അവളുടെ കാലിലെ ഒരു ചെരുപ്പ് ഞാൻ അഴിച്ചെടുത്തു. രംഗം ഒരുക്കി കഴിഞ്ഞു. ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് ദുഷ്ടയായ അവൾ തന്നെയാണ് കാരണക്കാരി എന്ന് സംശയരൂപേണ അന്വേഷണം നടത്തുന്ന ഏതൊരു പോലീസുകാരനും മനസ്സിലാകും. അവളുടെ ഹാൻഡ് ബാഗിലുള്ളവ തറയിൽ തട്ടി നോക്കി. അതിൽ $30 ഉണ്ടായിരുന്നത് പോക്കറ്റിൽ വെച്ച ശേഷം ബാക്കിയുള്ളവ അതേ നിലയിൽ ഉപേക്ഷിച്ചു. സമയം അതിവേഗം നീങ്ങുകയാണ്. അവളെ ആ രീതിയിൽ വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. പക്ഷേ അതരുത്, ഉടനെ പോകണം. അവൾ ഏത് നിമിഷവും ബോധമുണരും. ഉദ്ദേശിച്ചതിൽ കൂടുതൽ ഞാൻ അവളെ പ്രഹരിച്ചിരിക്കുകയായിരുന്നു. ബോധമുണരുന്നതിന് മുമ്പ് പുറപ്പെടണം. ഫ്ലാഷ് ലൈറ്റുമായി ഞാൻ പുറത്തേക്ക് കടന്ന് കഥ കടച്ച ശേഷം റോൾസ് കാറിനടുത്തേക്ക് നടന്നു. ഒട്ടകരോമക്കോട്ടും ഹാറ്റും സൂട്ട് കേസിൽ വെച്ചു. അതിനു മുമ്പ് തന്നെ ഡസ്റ്ററിന്റെ ഷൂസുകൾ അതിൽ അഴിച്ചു വെച്ച് കഴിഞ്ഞിരുന്നു. സൂട്ട് കേസ് കാറിന്റെ ഡിക്കിയിൽ വെച്ച് കഴിഞ്ഞ ശേഷം മുമ്പേ കരുതിയിരുന്ന ക്ലിപ്പ് പിടിപ്പിച്ച ഒരു മീശ മുകളിലെ അതരത്തിന് മീതെ പിടിപ്പിച്ചു. ഒപ്പം കൊണ്ടുവന്ന വേറൊരു ഹാറ്റ് എടുത്തു ധരിച്ചു. ഇപ്പോ ഞാൻ കണ്ണാടിയിൽ നോക്കി. എന്നെ എനിക്ക് തന്നെ മനസ്സിലായില്ല. പിന്നെ താമസിയാതെ കാറിൽ കയറി ഹൈവേ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. 1 മണി കഴിഞ്ഞ് 20 നിമിഷമായപ്പോൾ ബംഗ്ലാവിൽ മടങ്ങിയെത്തി. ബിഗ് കാർ ഗ്യാരേജിൽ വെച്ച് ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് കൈയും മുഖവും കഴുകി ജനാല വഴി ബംഗ്ലാവിലേക്ക് നോക്കിയപ്പോൾ മറിയത്തിന്റെ കിടപ്പറയിൽ മാത്രം ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത് കണ്ടു. ഹോളിവുഡിലേക്ക് മടങ്ങുന്ന വഴിയിൽ വളരെയൊന്നും എനിക്ക് ഭയപ്പെടേണ്ടി വന്നിരുന്നില്ല. മൊത്തം 2 കാറുകൾ മാത്രം എന്നെ കടന്നുപോയിരുന്നു. അവ വളരെ വേഗതയിലായിരുന്നു പോയിരുന്നത്. റോൾസുകാർ ഞാൻ നേരത്തെ ബിഗ് കാർ പാർക്ക് ചെയ്തിരുന്നിടത്തു നിന്നും വളരെ അകലെയല്ലാത്തൊരു തെരുവിൽ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു ചെയ്തത്. സൂട്ട് കേസ് ഞാൻ ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിൽ ഏൽപ്പിച്ചു. അത് വാങ്ങിയ വ്യക്തി ഉറക്കത്തിലായിരുന്നതിനാൽ ഒരു ചടങ്ങെന്നോണം ടിക്കറ്റ് മുറിച്ചു തന്നു. സൂട്ട് കേസ് മറ്റു സാമാനങ്ങളുടെ ഇടയിലേക്ക് തള്ളി വച്ചു. അയാൾ തലയുയർത്തി നോക്കും മുമ്പേ ഞാൻ അവിടെ വിട്ടുകഴിഞ്ഞിരുന്നു. ടിക്കറ്റ് ഞാൻ കീറി കാറ്റിൽ പറത്തി. ബിക്ക് കാറിനടുത്തേക്ക് പോകുന്ന വഴിയിൽ എന്റെ തൊപ്പി ഒരു ചവറ്റുകുട്ടയിൽ ഇട്ടു. മീശ ഒരു ഊജാലിൽ ഒഴുക്കി. കാർ പാർക്കിങ്ങിൽ ആരും ഉണ്ടായിരുന്നില്ല.
അവിടുത്തെ അറ്റൻഡന്മാർ പോയി കഴിഞ്ഞിരുന്നു. എന്റെ ബിക്കുകാർ കൂടാതെ അവിടെ വേറെയും 3 കാറുകൾ ഉണ്ടായിരുന്നു. ഞാൻ ബിക്കിൽ കയറി വരുന്നത് ആരും കണ്ടിരുന്നില്ല. കുറെ വിസ്കി കഴിച്ചപ്പോൾ എനിക്ക് ആശ്വാസം തോന്നി. ഞാൻ കസേരയിൽ മലർന്നു കിടന്നു. എസ്റ്റേറ്റ് ഓഫീസിനടുത്തുള്ള ഒരു ക്യാബിനിൽ കിടക്കുന്ന ഹെലൻ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അത്ര ശക്തിയായി ഞാൻ അവളെ പ്രഹരിക്കരുതായിരുന്നുവെന്ന് തോന്നി. ബോധമുണർന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ശരിയാണെന്നും അങ്ങനെ ആവശ്യമായിരുന്നെന്നും അവൾ മനസ്സിലാക്കും. സുമാർ 2 മണിവരെ അതേ നിലയിൽ കഴിച്ചുകൂട്ടിയ ശേഷം ബംഗ്ലാവിലേക്ക് ചെല്ലാമെന്ന് കരുതി കസേര പിന്നോക്കം നീക്കി എഴുന്നേക്കാൻ ഭാവിക്ക് ടെലിഫോൺ മണിയടിച്ചു. ആ ശബ്ദം എന്നെ വല്ലാതെ നടുക്കി കളഞ്ഞു. ഒരു നീണ്ട നിമിഷം ഞാൻ അതിൽ തന്നെ നോക്കി. പിന്നീട് അങ്ങോട്ട് ചെന്ന് റിസീവർ കയ്യിലെടുത്തു. ഗ്ലിൻ, അത് മറിയമായിരുന്നു. അതെ, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. മിസ്സിസ് ടെസ്റ്റർ ഇതേവരെ തിരിച്ചെത്തി കാണുന്നില്ല. എനിക്കറിയാം, ലോർഡ് സ്ക്വയർ ഗ്യാരേജിൽ കാണുന്നില്ല. ഞാനിതാ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ് കുറച്ചുകൂടി സ്കോച്ച് കഴിച്ച ശേഷം ഞാൻ ബംഗ്ലാവിലേക്ക് പുറപ്പെട്ടു. മറിയം ലൗഞ്ചിൽ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. വഴിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അവളിന്ന് രാത്രി സാനിറ്റോറിയത്തിൽ തന്നെ കിടക്കാൻ ഉദ്ദേശിച്ചിരിക്കാം. ഇന്ന് രാത്രി മടങ്ങിയെത്താമെന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. അവിടെ എത്തിയപ്പോ മനസ്സ് മാറിയിരിക്കാം. താങ്കൾ സാനിറ്റോറിയത്തിലേക്ക് വിളിച്ചു ചോദിക്കുന്നത് നന്ന്. മിസ്റ്റർ ഡസ്റ്ററിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. അദ്ദേഹത്തിന് പോകുമ്പോ തന്നെ വല്ലാത്ത വിറയിലുണ്ടായിരുന്നു. അപ്പോ നീ അദ്ദേഹത്തെ കണ്ടിരുന്നോ? എന്റെ ഹൃദയം വീണ്ടും ശക്തിയായി മിടിക്കാൻ തുടങ്ങി. ഉവ്, ഞാൻ കണ്ടിരുന്നു. ഏതായാലും ഒന്ന് സാനിറ്റോറിയത്തിൽ വിളിച്ച് അന്വേഷിക്കുന്നത് നന്ന്. ഓക്കെ, ഞാൻ സാനിറ്റോറിയത്തിൽ വിളിച്ച് അന്വേഷിച്ചു. അവർ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നുവെങ്കിലും ഇതേവരെ എത്തിക്കാണുന്നില്ലെന്ന് എന്നെ അറിയിച്ചു. ഞാൻ നന്ദി പറഞ്ഞ് റിസീവർ താഴെ വെച്ചു. അവരിനിയും അവിടെ എത്തിയില്ലേ? മറിയത്തിന്റെ കണ്ണുകളിൽ ആശ്ചര്യം ഓളം വെട്ടി. ഇല്ല, വഴിയിൽ കാറിന് എന്തെങ്കിലും കേട് സംഭവിച്ചിരിക്കാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ വല്ല അപകടവും പിണഞ്ഞിരിക്കാം. ഇനി താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തു ചെയ്യാനാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പോലീസ് വിവരം അറിയിക്കൂ. ശരി, ഞാൻ അപ്രകാരം ചെയ്തു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. മറുഭാഗത്തു നിന്ന് മറുപടി കിട്ടി. അപ്പോൾ എന്റെ മനസ്സിൽ തീ പടർന്നു. ഇനിമേൽ ഞാൻ കേൾക്കേണ്ടി വരുന്ന ശബ്ദങ്ങളെല്ലാം സംശയം നിറഞ്ഞ ചോദ്യങ്ങളും ഗർജനങ്ങളുമായിരിക്കുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഒരു നെടുവീർപ്പിട്ട ശേഷം ഞാൻ സംസാരിച്ചു തുടങ്ങി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.